നമസ്കാരം. കൊമേഴ്സ് ക്ലാസ് റൂമിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് എക്സാമിൻ്റെ ഒരു ചെറിയ അനാലിസിസാണ് നടത്തുന്നത്. ഇന്ന് നടന്ന കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടൊരു അനാലിസിസാണ് നടത്തുന്നത്. അപ്പോൾ പരീക്ഷയുടെ വിശകലനം പറയുകയാണ്, നമ്മളൊരു വൺ ലൈൻ പറയുകയാണെങ്കിൽ പരീക്ഷ ഒരു 80% എളുപ്പമായിരുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. കാരണം നമ്മൾ ചെയ്ത വീഡിയോയുടെ ഏകദേശം ഒരു 90% കാര്യങ്ങളും യഥാർത്ഥത്തിൽ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സെക്ഷൻ വൈസ് നമ്മൾ പറയുകയാണെങ്കിൽ 1 മാർക്കിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കണ്ണടച്ച് ഉത്തരം എഴുതാൻ കഴിയും. അത്രത്തോളം എളുപ്പമായിരുന്നു 1 മാർക്കിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. 2 മാർക്കിൻ്റെ സെക്ഷൻ പറയുകയാണെങ്കിൽ അതിനകത്തെ നമ്മുടെ ആ എൻ്റയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ കുറച്ച് പാടായിട്ട് നമുക്ക് തോന്നുന്ന ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് 2 മാർക്കിൻ്റെ സെക്ഷനിലാണ്, അല്ലെങ്കിൽ ബി സെക്ഷനിലാണ്. യഥാർത്ഥത്തിൽ അതൊരു ഭാഗ്യമായിട്ട് പരിഗണിക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് വന്നിട്ടുള്ള പല ചോദ്യങ്ങളും 4 മാർക്കിൻ്റെ ഏരിയയിലും ചോദിക്കാൻ പറ്റുന്നതാണ്. ആ പാടുള്ള ചോദ്യങ്ങൾ പലതും 4 മാർക്കിന് വേണ്ടിയും നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ആ ചോദ്യങ്ങൾ 4 മാർക്കിൻ്റെ സെക്ഷനിലേക്ക് കടന്നു വന്നിരുന്നുവെങ്കിൽ ഈ ചോദ്യപേപ്പറിൻ്റെ മുഴുവൻ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ പാടായി പോയി എന്ന് പറയേണ്ടി വന്നേനെ. അതുകൊണ്ട് ഈ ഒരല്പം ഡിഫിക്കൽട്ട് ഏരിയ എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെ സെക്ഷനാണ്. അതിനകത്ത് പക്ഷേ നമുക്ക് കുറച്ചധികം തന്നെ എന്ത് കിട്ടുന്നുണ്ട്, ഒരു 4ഓളം ചോയ്സ് അഡീഷണൽ വരുന്നത് കൊണ്ട് തന്നെ അതൊരു വലിയ പാടുള്ള ഏരിയ ആണെന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ 4 മാർക്കിൻ്റെയും 15 മാർക്കിൻ്റെയും സെക്ഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പാടുള്ള ക്വസ്റ്റ്യൻസും വന്നിട്ടില്ല. അവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പരീക്ഷ എഴുതി പോകാം എന്നുള്ള രീതിക്കുള്ള ചോദ്യങ്ങളാണ് 4 മാർക്കിൻ്റെ സെക്ഷനിലും 15 മാർക്കിൻ്റെ സെക്ഷനിലും വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ഓവറോൾ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ, നമ്മളൊരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഇതൊരു 80 മുതൽ 85% വരെ മാർക്ക് വളരെ ഈസിയായി സ്കോർ ചെയ്യാൻ കഴിയുന്ന, വളരെ ഈസിയായി നമ്മുടെ ആ വീഡിയോകൾ മാത്രം കണ്ടുപോയി പരീക്ഷ എഴുതുന്നൊരു കുട്ടിക്ക് 80 മുതൽ 85% വരെ മാർക്ക് ഈ പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇനി നമ്മൾ അതിൻ്റെ ഓരോ സെക്ഷൻ പറയുകയാണ്. ഫസ്റ്റ് ചോദ്യം തന്നെ, വാട്ട് ഈസ് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്? നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേരേ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് ആണ്. അത് തന്നെ ചോദിച്ചേക്കാണ്, വാട്ട് ഈസ് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്. ഞാൻ അന്ന് തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് എന്നാണ്. പരീക്ഷയ്ക്കും അങ്ങനെ ഒരു ചോദ്യം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ആക്ട് ഗവേൺസ് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് ഇൻ കേരള എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഏത് ആക്ട് ഉപയോഗിച്ചിട്ടാണ് കേരളത്തിൽ ഇത് ഗവേൺ ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ചോദ്യമായിട്ട് വരുന്നത്. നമുക്ക് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 എന്ന് എഴുതാൻ കഴിയും. പിന്നെ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഉണ്ട്. നമ്മൾ പലതവണ പറഞ്ഞതാണ്, അത് ചോദിക്കും എന്നാണ്. ഞാൻ യഥാർത്ഥത്തിൽ അതൊരു 4 മാർക്കിൻ്റെ സെക്ഷനിലാണത് പ്രതീക്ഷിച്ചത് എങ്കിൽ പോലും അത് 1 മാർക്കിൻ്റെ സെക്ഷനിലാണ് വന്നത്. അപ്പോൾ അതേപോലെ അടുത്ത ചോദ്യം, വാട്ട് ഈസ് മെൻറ്റ് ബൈ നോൺ പെർഫോമിംഗ് അസറ്റ്? NPA എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സിമ്പിളാണ്. വാട്ട് ഈസ് ട്രയൽ ബാലൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെയും പഠിക്കുന്നുണ്ട്, +1 മുതലേ പഠിക്കുന്നതാണ് എന്താണ് ട്രയൽ ബാലൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ്, ഇതെല്ലാം ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇത് ഡയറക്റ്റായിട്ട് ചോദിച്ചേക്കാണ്. വാട്ട് ഈസ് ദ മെയിൻ സോഴ്സസ് ഓഫ് ഇൻകം ഫോർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി? ഒരു ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെയിൻ സോഴ്സസ് ഓഫ് ഇൻകം ഏതൊക്കെയാണ് എന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഒരു ഹൗസിംഗ് കോഓപ്പറേറ്റീവ്സ് എടുത്ത് പറഞ്ഞേക്കുന്നുണ്ട്, അയ്യോ അതിനിപ്പോൾ എന്തോ ആവാം എന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിൽ തോന്നിയേക്കാം. പക്ഷേ അങ്ങനെ ഒന്നും മനസ്സിൽ ആലോചിച്ചിട്ട് കാര്യമില്ല. ഹൗസിംഗ് കോഓപ്പറേറ്റീവ്സ് ആണെങ്കിൽ പോലും അതിനകത്ത് മെമ്പേഴ്സ് ഉണ്ടാവും. മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അഡ്മിഷൻ ഫീ കളക്ട് ചെയ്യാം. അതേപോലെ പിന്നെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എന്ത് കിട്ടും? സബ്സിഡി കിട്ടും. ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ഇതിനകത്ത് അംഗങ്ങളുടെ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും.
അംഗങ്ങളുടെ ഡെപ്പോസിറ്റ് ഉണ്ടാവും. ഇതെല്ലാം അവരുടെ സോഴ്സസ് ഓഫ് ഇൻകം ആണ് എന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. വാട്ട് ഈസ് ബാലൻസ് ഷീറ്റ് എന്നൊക്കെ ചോദിച്ചേക്കാണ്, വെറുതെ ചോദിച്ചേക്കാണ്. ഡിഫൈൻ കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആൻ ഓഡിറ്റ് പ്രോഗ്രാം ഇൻ എ കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. ഒരു കോഓപ്പറേറ്റീവ് ഓഡിറ്റിൽ ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് ചോദിച്ചത്. കോഓപ്പറേറ്റീവ് നമ്മൾ അത് എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം എന്നറിയാവുന്ന ഒരു വ്യക്തിക്ക് അത് വളരെ കൃത്യമായിട്ട് എഴുതാൻ കഴിയും. കോഓപ്പറേറ്റീവ് നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാം എന്തിനാണ് തയ്യാറാക്കുന്നത്? അത് അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ ആക്ടിവിറ്റിയും എത്ര സമയം കൊണ്ട് ചെയ്തു തീർക്കണം, അല്ലെങ്കിൽ ഇന്ന ആക്ടിവിറ്റികളാണ് നമ്മളവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി തയ്യാറാക്കുന്നതിനാണ് നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓഡിറ്റ് വർക്ക് കൃത്യസമയത്ത് തീരാൻ വേണ്ടിയിട്ടും അതേപോലെ അവിടെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികളെ കുറിച്ചിട്ട് നമുക്ക് മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കുന്നത്. അതാണ് അതിൻ്റെ പ്രാധാന്യം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത രണ്ടാമത്തെ സെഷനാണ് ബി സെക്ഷൻ, 2 മാർക്കിൻ്റെ ഏരിയ ആണ്. നോക്കൂ എന്താ അടുത്ത. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് ഡിമാൻഡ് ആൻഡ് കളക്ഷൻ രജിസ്റ്റർ ഇൻ കോഓപ്പറേറ്റീവ്സ്. കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷനിൽ ഡിമാൻഡ് ആൻഡ് കളക്ഷൻ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ് ഡിമാൻഡ് ആൻഡ് കളക്ഷൻ രജിസ്റ്റർ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കോഓപ്പറേറ്റീവ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റാറ്റ്യൂട്ടറി റെക്കോർഡാണ്. എന്നുവെച്ചാൽ ഈ ക്രെഡിറ്റ്, മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ്, അതല്ലെങ്കിൽ സർവീസ് ഓൺ ക്രെഡിറ്റ് പോലെയുള്ള ട്രാൻസാക്ഷനുകൾ നടത്തുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെക്കോർഡാണ് എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് കളക്ഷൻ റെക്കോർഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് പിന്നെ അതിൻ്റെ എന്താ സിലബസിലല്ല, നമ്മുടെ ആ ടെക്സ്റ്റിൽ എവിടെയും ഇല്ലാത്തൊരു പോയിൻ്റാണ് ഈ ഡിമാൻഡ് ആൻഡ് കളക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോയിലൊന്നും അത് മെൻഷൻ ചെയ്യാൻ പറ്റാതെ പോയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുവഴി നമുക്ക് സിസ്റ്റമാറ്റിക് റെക്കോർഡ് കീപ്പിംഗ് ഓഫ് ഡ്യൂസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ നമ്മുടെ കടമുണ്ടല്ലോ, നമ്മൾ കടം കൊടുക്കുന്ന പൈസ, ലോണായിട്ടൊക്കെ കൊടുക്കുന്ന പൈസ, അതിൻ്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡ് ഉണ്ടാക്കാൻ കഴിയും. അതേപോലെ ഫെസിലിറ്റേറ്റിംഗ് ടൈംലി കളക്ഷൻസ് എന്ന് വെച്ചാൽ ആ ഡ്യൂസ് കൃത്യമായിട്ട് കളക്ട് ചെയ്യാൻ നമുക്ക് കഴിയും. അതേപോലെ തന്നെ ഓവർ ഡ്യൂ ഡിഫോൾട്ടോ വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയും. നമ്മുടെ പെർഫോമൻസും എഫിഷ്യൻസിയൊക്കെ നമുക്ക് അസസ്മെൻറ്റ് നടത്താൻ പറ്റും. അങ്ങനെയൊക്കെ എഴുതിയാൽ മതി. ഇതിപ്പോൾ നമുക്ക് പഠിച്ചില്ലെങ്കിൽ പോലും പ്രാധാന്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇത് എഴുതി വെക്കാം എന്നാണ് തോന്നുന്നത് കേട്ടോ. അതേപോലെ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ജനറൽ ലെഡ്ജർ ഇൻ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്. നമ്മൾ ജനറൽ ലെഡ്ജറിനെ കുറിച്ച് പല ഇടങ്ങളിലും പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെയുള്ള പലതരം അക്കൗണ്ടിങ്ങുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ജനറൽ ലെഡ്ജറൊക്കെ അവിടെ പഠിച്ചിട്ടുള്ളതാണ്. ഇനി എന്താണ് ജനറൽ ലെഡ്ജർ എന്ന് ചോദിച്ചാൽ എന്താണ് അത്, ഈ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ജനറൽ ലെഡ്ജറിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ തയ്യാറാക്കുന്ന എല്ലാ ഫൈനാൻഷ്യൽ റെക്കോർഡുകളുടെയും ഒരു റെപ്പോസിറ്ററി ആയിട്ട് നമുക്ക് ആരെ പരിഗണിക്കാം? ഈ ജനറൽ ലെഡ്ജറിനെ പരിഗണിക്കാം എന്നുള്ളതാണ്. ഒരു റെപ്പോസിറ്ററി ആയിട്ട് നമുക്ക്, കാരണം ഇതൊരു സെൻട്രലൈസ്ഡ് റെക്കോർഡ് കീപ്പിംഗ് ആണ്. നമ്മൾ ജനറൽ ലെഡ്ജർ ഉണ്ടെങ്കിൽ ഈ നമ്മൾ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ എല്ലാം നമ്മൾ എവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും? ഈ ഒരു റെപ്പോസിറ്ററിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും എന്നുള്ളതാണ് കേട്ടോ. അതേപോലെ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഫൗണ്ടേഷനായിട്ട് ആരെ പരിഗണിക്കാൻ പറ്റും? നമ്മുടെ ഈ ജനറൽ ലെഡ്ജറിനെ പരിഗണിക്കാൻ പറ്റും. അതേപോലെ നമുക്ക് നല്ല ആക്യുറസിയും കംപ്ലീറ്റ്നെസ്സും ഒക്കെ നമുക്ക് ഏത് വഴി കൊടുക്കാൻ പറ്റും? നമുക്ക് ഈ ജനറൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ പറ്റും എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ യൂസസ് ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് നല്ലൊരു വീഡിയോ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം വെച്ചാൽ വാട്ട് ആർ ഗ്രാൻസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കോഓപ്പറേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാൻറ്റുകൾ എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാൻറ്റുകൾ പ്രധാനമായിട്ടും പൊതുവെ എന്താണ്? നോൺ റീപേബിൾ ഫണ്ടാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും അപ്പെക്സ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ഓഫ് മണി നമുക്ക് എന്തായിട്ട് പരിഗണിക്കാൻ പറ്റും? നമുക്ക് ഈ ഗ്രാൻഡായിട്ട് പരിഗണിക്കാൻ പറ്റും. അത് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്നതിനോ ഒരു പ്രോജക്റ്റ് പെർഫോം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ ഒക്കെയാണ് നമുക്ക് ഈ ഫണ്ട് കിട്ടുന്നത്. അത് നമുക്ക് ഗവൺമെൻറ് ഏജൻസിയിൽ നിന്ന് കിട്ടാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻസിൽ നിന്ന് കിട്ടാം, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടാം. അങ്ങനെ പല ഇടങ്ങളിൽ നമുക്ക് എന്ത് കിട്ടാം? ഈ ഗ്രാൻറ്റുകൾ കിട്ടാം എന്നുള്ളതാണ്. അടുത്തതായിട്ട് വന്നത് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഓൺഡ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ എസ് എ ആയിട്ട് തന്നെ പഠിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു ആ വീഡിയോയിൽ. അത് എസ് എ ആയിട്ട് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ, വന്നിട്ടുണ്ടത്.
അതേപോലെ അടുത്തത് വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. ഇതൊക്കെയാണ് നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത്. നമുക്ക് ICA, FAO അതേപോലെ ഒരു ഓർഗനൈസേഷനും കൂടെ മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് അതിൻ്റെ റോള് അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതേണക്ക് എഴുതിയാൽ മതിയാവും. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ട്രയൽ ബാലൻസ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ടു ചെക്ക് ദ അരിത്തമാറ്റിക്കൽ ആക്യുറസി ഓഫ് ദ ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൽ അരിത്തമാറ്റിക്കൽ ആക്യുറസിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ ഹെൽപ്സ് ഇൻ ലൊക്കേറ്റിംഗ് എററുകൾ കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ എഴുതിയാൽ മതിയാവും. അടുത്ത വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് റെസിപ്റ്റ് ഫോർ എ കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സംബന്ധിച്ചിടത്തോളം റെസിപ്റ്റുകളുടെ സോഴ്സുകൾ ഏതൊക്കെയാണെന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് ഒരു കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് അവരുടെ സെയിൽസ് ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാമായിരിക്കുമല്ലോ. അടുത്ത വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് നോൺ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. ഇതൊക്കെ സാധാരണ നമ്മൾ അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്ന ചോദ്യങ്ങളാണ്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. അത് നമ്മൾ കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നൊരു മൊഡ്യൂൾ തന്നെ ഉണ്ട്, അതിനകത്ത് അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വാട്ട് ആർ ദ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ടു എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടൈപ്സ് ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെക്കാനിക്കൽ ഓഡിറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, കൺകറൻറ്റ് ഓഡിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പാടാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഏകദേശം ഒരു 8 ചോദ്യമാണല്ലോ എഴുതേണ്ടത്. നമുക്ക് യഥാർത്ഥത്തിൽ 12 ചോദ്യങ്ങളുണ്ട് അവിടെ. 8 ചോദ്യങ്ങൾ എഴുതിയാൽ മതി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് അതിനകത്തുനിന്ന് 8 ചോദ്യം കിട്ടും. ഉറപ്പായിട്ട് നമുക്ക് 8 ചോദ്യം എഴുതാൻ പറ്റും. എങ്കിലും ഒരിച്ചിരി പാടുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ നമുക്കവിടെ എന്തുള്ളൂ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് കേട്ടോ. ഇനി നമ്മുടെ മൂന്നാമത്തെ സെക്ഷനാണ്. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 4 മാർക്കിൻ്റെ സെക്ഷനാണ്. യഥാർത്ഥത്തിൽ വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു സെഷനായിരുന്നു ഈ മൂന്നാമത്തെയും 4ാമത്തെയും സെക്ഷൻ, എന്ന് വെച്ചാൽ C സെക്ഷനും D സെക്ഷനും കേട്ടോ. ഫസ്റ്റ് ചോദ്യം തന്നെ നോക്കൂ. വാട്ട് ഈസ് സ്റ്റേറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്. കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ തന്നെ എത്ര ചോദ്യങ്ങൾ വന്നു എന്ന് നോക്കുക അല്ലേ. നമ്മൾ ഒന്നാമത്തെ ചോദ്യം തന്നെ വാട്ട് ഈസ് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ജനറൽ ലെഡ്ജർ ഇൻ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്. അതേപോലെ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്. അത് നമ്മൾ ആ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഫീച്ചേഴ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇനി കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് അറിയാൻ വയ്യാത്ത ആൾക്കാർ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സായിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ അതിന് ഇച്ചിരി നമ്മളൊന്ന് വട്ടം തിരിച്ചൊക്കെ എഴുതണം എന്നുള്ളതേ ഉള്ളൂ. ഇനി വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ബുക്സ് മെയിൻറ്റെയിൻഡ് ബൈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. എന്താണ് ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് കെപ്റ്റ് ബൈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് 2ാമത്തെ മൊഡ്യൂളിൻ്റെ വീഡിയോ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. അതേപോലെ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ദ ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ഇൻ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ICAയും പിന്നെ ഏതാണ് ചെയ്തത്, നമ്മൾ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഒരു ഓർഗനൈസേഷനോട് ഉണ്ട്, ഞാൻ നോക്കട്ടെ. ILO ആണ്. ILO ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അത് ചോദിച്ചിട്ടില്ല, എവിടെയും ചോദിച്ചിട്ടില്ല. FAOയും അതേപോലെ ICAയുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ 3ൻ്റെ ആയിട്ട് ചേർത്ത് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റോള് അവിടെ നിന്ന് കിട്ടും. നമ്മൾ റോളെന്നല്ല ഫങ്ഷൻസ് എന്നുള്ള നിലയ്ക്കാണ് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത ചോദ്യം ഡിസ്കസ് ദ കോസസ് ഓഫ് ലോൺ ഓവർ ഡ്യൂസ് ആൻഡ് സജസ്റ്റ് എഫക്റ്റീവ് റെമഡീസ്. അവിടെയൊക്കെയാണ് നമ്മുടെ വീഡിയോസ് എത്രത്തോളം പിൻ പോയിൻ്റാണ് ആയിരുന്നു നമുക്ക് തോന്നുന്നത്. കാരണം ഇതേപോലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് ഓവർ ഡ്യൂവിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ റെമഡീസ് എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ തന്നെ വരികയും ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനാണ്. ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനെ കൊണ്ട് നമ്മൾ അറിയാമല്ലോ, അസറ്റുകൾക്കും എക്സ്പെൻസുകൾക്കും ഡെബിറ്റ് കൊടുക്കുക. അതേപോലെ റവന്യൂ, ക്യാപിറ്റൽ, ലയബിലിറ്റി ഇവയ്ക്കൊക്കെ എന്ത് കൊടുക്കുക, ക്രെഡിറ്റും കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ക്രെഡിറ്റും ഡെബിറ്റും കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ട്രയൽ ബാലൻസ് എഴുതുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യും പോലെ ചെയ്യാം. ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും കണ്ടുപിടിച്ചാൽ മതി. ഓപ്പണിംഗ് ബാലൻസ് എഴുതിയിട്ട് ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്.
പക്ഷേ അതിനകത്ത് ചോദ്യത്തിനകത്ത് തന്നിരിക്കുന്ന ഫിഗറുകളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ അതിന് ട്രയൽ ബാലൻസിൽ അത് ടാലി ആയിട്ട് കണ്ടില്ല. അപ്പോൾ അതിനിപ്പം നമ്മൾ ആൻസർ കീയൊക്കെ കിട്ടുമ്പോഴേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അടുത്ത ചോദ്യം ഒരു റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ ലോൺ ഫ്രം ഡിസ്ട്രിക്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് അത് നമ്മുടെ എന്താണ് റെസീപ്റ്റാണ്. മെമ്പർ ഡെപ്പോസിറ്റ്സ് നമുക്ക് എന്താണ് റെസീപ്റ്റ്സ് ആണ്. ലോൺ റീപേയ്മെൻറ്റ് ബൈ മെമ്പേഴ്സ് ലോൺ റീപേ ചെയ്യുന്നത് നമുക്ക് റെസീപ്റ്റാണ്. ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി കിട്ടുന്നത് റെസീപ്റ്റാണ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനകത്ത് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് നമ്മുടെ റെസീപ്റ്റാണ്. ഇനി ലോൺ ഇഷ്യൂഡ് ടു മെമ്പേഴ്സിന് ലോൺ ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ പേയ്മെൻറ്റാണ്. പർച്ചേസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് പേയ്മെൻറ്റാണ്. സാലറി കൊടുക്കുന്നു പേയ്മെൻറ്റാണ്. ഓഫീസ് എക്സ്പെൻസ് കൊടുക്കുന്നു പേയ്മെൻറ്റാണ്. മിസലേനിയസ് എക്സ്പെൻസ് ഉണ്ട് പേയ്മെൻറ്റാണ്. അപ്പോൾ ഇതെല്ലാം എടുത്ത് എഴുതിയിട്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും. അത് ക്യാഷ് ഇൻ ഹാൻഡ് എന്നോ ക്യാഷ് ടു ബാങ്ക് എന്നോ എടുത്ത് എഴുതുക. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ സ്റ്റാറ്റ്യൂട്ടറി ഫോംസ് ഇൻ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിംഗ് ആണ്. അപ്പം അത് നമ്മുടെ 4 മാർക്കിൻ്റെ സെക്ഷനിൽ നമുക്കറിയാൻ വയ്യാത്തതായിട്ട് അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലാത്തതായിട്ട് നമ്മൾ വീഡിയോയിലെങ്ങും പറയാത്തതായിട്ട് നമുക്ക് കിട്ടിയ ഒരു ചോദ്യമാണ് സ്റ്റാറ്റ്യൂട്ടറി ഫോംസ് ഇൻ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത തവണയോ അതല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ ഒരു വീഡിയോ ചെയ്യുമ്പം അതിൻ്റെ കൂടെ വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യം വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് അവസാനത്തെ മൊഡ്യൂളാണ്. പിന്നെ ഒരു ചോദ്യം ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ദ ഓഡിറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റും കോഓപ്പറേറ്റീവ് ഓഡിറ്റും തമ്മിൽ എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ 2 സബ്ജക്റ്റുകളെ തമ്മിൽ ബ്ലെൻഡ് ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ നമ്മൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റിനെ കുറിച്ച് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റിനെ കുറിച്ച് നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറിൽ പഠിക്കുന്നുണ്ട്. അത് രണ്ടും കൂടെ ചേർത്ത് വേണം ഇവിടെ എഴുതാൻ. അപ്പോൾ അങ്ങനെ ഒരു ബ്ലെൻഡ് ചെയ്ത് എഴുതിയ കുട്ടികൾക്ക് അത് എന്തിട്ടുണ്ടാവും, അത് ശരിയായിട്ടുണ്ടാവും. പക്ഷേ അവിടം വരെ നോക്കണമെന്നില്ല. ഞാൻ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് 23ാമത്തെ ചോദ്യം നമുക്ക് എഴുതാൻ കഴിയുന്നതാണ്, 24 നമുക്ക് എഴുതാൻ കഴിയുന്നതാണ്, 25 നമുക്ക് എഴുതാൻ കഴിയുന്നതാണ്, 26 നമുക്ക് എഴുതാൻ കഴിയുന്നതാണ്. അതേപോലെ 27ഉം 28ഉം വരെ ആകുമ്പോൾ തന്നെ നമുക്ക് 6 ക്വസ്റ്റ്യനും എഴുതി തീർക്കാൻ പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് ഇത്രയും താഴേക്ക് വരേണ്ട കാര്യമില്ല. നമുക്ക് ആദ്യത്തെ 6 ചോദ്യങ്ങൾ തന്നെ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു കാര്യമായി വരുന്നില്ല. ഇനി സെക്ഷൻ ഡി ആണ്. ഒന്ന് ആലോചിച്ച് നോക്കി. സെക്ഷൻ ഡി നോക്കി നിങ്ങളുടെ 15 മാർക്കിൻ്റെ എസ്സേ ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ നോക്കൂ. എക്സ്പ്ലെയിൻ സോഴ്സസ് ഓഫ് ഫണ്ട്സ് ഫോർ കോഓപ്പറേറ്റീവ്സ്. നമ്മളന്ന് ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞതാണ്, നമുക്ക് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കിട്ടും എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ചോദ്യമാണ്. അത് അങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 33ാമത്തെ ചോദ്യം കണ്ടോ, അതൊരു റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാനാണ്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല, ഒന്നുമില്ല. കുറച്ച് റെസീപ്റ്റുകൾ തന്നിട്ടുണ്ട്, കുറച്ച് ഡിസ്ബേഴ്സ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അത് ഇത് വരച്ചിട്ട് റെസീപ്റ്റ്സും ഡിസ്ബേഴ്സ്മെൻറ്റും എഴുതി ബാലൻസ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ടിനകത്ത് ക്യാഷ് ഇൻ ഹാൻഡ് എന്നോ ക്യാഷ് ബാങ്ക് എന്നോ എഴുതി മാത്രം മതി. ആ പേപ്പറിൻ്റെ ഒരു പേപ്പറിൻ്റെ പകുതിയിൽ നിങ്ങൾ ഈ ഒരു സാധനം വരച്ച് എഴുതുമ്പം നമുക്ക് വിചാരിക്കും, അയ്യോ ഇത്ര എഴുതിയാൽ നമുക്ക് 15 മാർക്ക് കിട്ടുമോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. പക്ഷേ അത് മതി, അത്രയേ ഉള്ളൂ. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിനകത്ത് ആ 15 മാർക്കും കിട്ടും എന്നുള്ളതാണ്. അതിനകത്ത് വായിക്കുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഓരോന്നും എന്താണ്, റെസിപ്റ്റ് ആണോ പേയ്മെൻ്റ് ആണോ എന്നൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ ഇനി അതൊന്നും പറയുന്നില്ല. 34ാമത്തെ ചോദ്യം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടാണ് ചോദിച്ചത്. ഒരു ട്രേഡിംഗ് P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ചെയ്യാനാണ്. അവിടെ നോക്കി അഡ്ജസ്റ്റ്മെൻറ്റായിട്ട് 2 എണ്ണമേ കൊടുത്തിട്ടുള്ളൂ. ഒരു ഡിപ്രീസിയേഷനും ഒരു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റും മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഞാൻ ഇത് മാത്രമൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം ഒന്ന് പറഞ്ഞേക്കാം. ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫർണിച്ചർ ആൻഡ് ഫിക്സേഴ്സിൻ്റെ 10%. അപ്പോൾ ഫർണിച്ചർ ആൻഡ് ഫിക്സേഴ്സിൻ്റെ 10% കണ്ടുപിടിച്ചിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ ഫർണിച്ചർ ആൻഡ് ഫിക്സേഴ്സിൽ നിന്ന് 50,000-ൽ നിന്ന് ആ 5,000 രൂപ അല്ലെങ്കിൽ 10% കുറച്ച് കാണിക്കുക. പിന്നെ പ്രൊവൈഡ് 2% ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഓൺ സൺട്രി ഡെപ്റ്റേഴ്സ്. എന്നുവെച്ചാൽ സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ 2% പ്രൊവിഷൻ വെക്കുക ഡൗട്ട്ഫുൾ ഡെറ്റായിട്ട്. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ ഒരു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ഉണ്ട് 5,000. ഇനി സൺട്രി ഡെപ്റ്റേഴ്സായിട്ട് 1,00,000 രൂപയാണ് കിടക്കുന്നത്. അപ്പോൾ 1,00,000-ൻ്റെ 2% 2,000 രൂപയാണ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആയ 5,000-ൻ്റെ കൂടെ ഈ 2,000 കൂടെ ആഡ് ചെയ്യുക, 7,000 കാണിക്കുക.
എന്നിട്ട് ബാലൻസ് ഷീറ്റ് എഴുതുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെപ്റ്റേഴ്സ് ആയിട്ടുള്ള 1,00,000 നിന്ന് 2,000 രൂപ കുറച്ച് കാണിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, അതെന്ന് പറഞ്ഞ് നമ്മൾ സമയം കളയുന്നില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡ്യൂട്ടീസ്, പവേഴ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയും പവറും ലയബിലിറ്റിയും എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അത് നമ്മൾ കോഓപ്പറേറ്റീവ് ഓഡിറ്റർ എന്നല്ല, ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടിയും പവറും ലയബിലിറ്റിയും തന്നെ എഴുതിയാലും മതി. പക്ഷേ നമുക്ക് ഈ 35ാമത്തെ ചോദ്യം വരെ വരേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ആദ്യത്തെ 3 ചോദ്യങ്ങൾ തന്നെ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഞാനൊരു ഹാളിൽ ഇൻവിജിലേറ്ററായിട്ട് നിന്നപ്പോൾ അവിടെ 2-3 കുട്ടികൾ കോർപ്പറേഷനിൽ ഇരിപ്പുണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, സമയമുണ്ടെങ്കിൽ ആദ്യത്തെ 3 ചോദ്യങ്ങൾ അങ്ങ് എഴുതിയേക്കുക എന്നാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ സെക്ഷൻ സിയിൽ തന്നെ 6 ചോദ്യങ്ങൾ, ഇപ്പം ട്രയൽ ബാലൻസിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ 6 ചോദ്യം എഴുതുന്നതിന് പകരം 1 ചോദ്യം കൊണ്ടിട്ട് 7 ചോദ്യങ്ങൾ അങ്ങ് എഴുതിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കിതിനെ മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ മാത്രം കണ്ടു, നമ്മൾ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാതെയൊക്കെ അതൊക്കെ പോട്ടെ എന്ന് കരുതി നമ്മൾ ഈ വീഡിയോകൾ മാത്രം